നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ദിലീപിന് ജാമ്യം നേടാനുള്ള സമയമായോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ദിലീപിൻ്റെ കൂടെയുള്ളവർ. ഇന്ന് അതിനുവേണ്ടി ദിലീപിൻ്റെ വക്കീലിനെ വരെ മാറ്റി പരീക്ഷിക്കുകയാണ് ദിലീപിൻ്റെ ഒപ്പമുള്ളവർ. ജാമ്യം നിഷേധിക്കാൻ പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നോ എന്നാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ഈ ചർച്ച ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. 1. അപ്പുണ്ണി ഹാജരായത് ദിലീപിന് കുരുക്കോ ആശ്വാസമോ? നാദിർ ഷായും ദിലീപിൻ്റെ സഹോദരിയും കേസിനെ എങ്ങോട്ട് നയിക്കും? 2. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ നശിപ്പിച്ചെന്ന അഭിഭാഷകന്റെ മൊഴി വിശ്വസനീയമോ? രാംകുമാർ മാറി രാമൻ പിള്ള വന്നാൽ ദിലീപിന് ജാമ്യം കിട്ടുമോ? 3. ദിലീപ് പുറത്തിറങ്ങുന്നത് നടിക്കും കേസിനും ഭീഷണിയായി തുടരുന്നുണ്ടോ? ഡി സിനിമാസ് കേസും ഒന്നാം ഭാര്യ വിവാദവും ദിലീപിന്റെ പുതിയ തലവേദനകളും. 4. കുറ്റപത്രത്തിന്റെ കാതൽ എന്താകും? ജാമ്യം കിട്ടിയാൽ പുറത്തു വരുന്നത് പഴയ പ്രതിച്ഛായയുള്ള ദിലീപ് ആയിരിക്കുമോ? 5. നടിയെ ആക്രമിച്ചതു മുതൽ യുവനടിയുടെ ബോഡി ഡബ്ലിംഗ് വരെ കേസ് നേരിടുന്ന സിനിമാക്കാർ നൽകുന്ന സന്ദേശം എന്ത്? ദിലീപിന് ജാമ്യം കിട്ടാറായോ? ഈ വിഷയം പരിശോധിക്കുമ്പോൾ ചർച്ചയിൽ ചേരുന്നത് അഭിഭാഷകരായ അഡ്വക്കേറ്റ് അജകുമാർ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ എന്നിവർ, മുൻ SP ശ്രീ ജോർജ് ജോസഫ്, ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് സജി നന്ദ്യാട്ട്, ഒപ്പം PC ജോർജ് ടെലിഫോൺ ലൈനിലും ചേരും. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ ദിലീപ് വീണ്ടും പുതിയ വക്കീലുമായി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് ജാമ്യം തേടി. പ്രോസിക്യൂഷൻ മുൻപ് സൂചിപ്പിച്ച സാഹചര്യമല്ല നിലവിലുള്ളത്. അപ്പുണ്ണി ഹാജരായിരിക്കുന്നു. ഈ തൊണ്ടി മുതൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് സാഹചര്യം മാറിയെന്ന് പറഞ്ഞ് ജാമ്യം തേടാൻ അവകാശമുണ്ടോ ദിലീപിന്? ദിലീപിന് ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വന്നിട്ടുണ്ട്. ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ നാച്ചുറലി 439 ഹി ക്യാൻ ഫയൽ അനദർ ആപ്ലിക്കേഷൻ. ഇറ്റ് വിൽ ബി കൺസിഡേർഡ്. അതേ ബെഞ്ച് തന്നെ അത് കൺസിഡർ ചെയ്യും. അതേ ബെഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് ജാമ്യം കൊടുക്കാനുള്ള കണ്ടീഷൻസ് ഉണ്ടോ, അതായത് സർക്കംസ്റ്റാൻസസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കോടതി കൺസിഡർ ചെയ്യും. ഇനി ഇദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂഡ് കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നുള്ളതെല്ലാം കോടതി കൺസിഡർ ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആസ് ഓഫ് റൈറ്റ് ബെയിലെന്നും ഒരു റൈറ്റ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് അത് ജാമ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവകാശമുണ്ടോ എന്നുള്ളതല്ലേ ചോദ്യം. കിട്ടുമോ എന്നുള്ളതല്ലല്ലോ ഭാഗ്യം. അത്രയും എങ്കിലും ഭാഗ്യം. അവകാശമുള്ളതായത് കൊണ്ടിട്ട് ഹി വിൽ സെർട്ടൻലി മൂവ് ദി ആപ്ലിക്കേഷൻസ്. ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ കണ്ടിന്യൂഡ് കസ്റ്റഡി ആവശ്യം ഉണ്ടാവില്ല, ഈ കേസിൽ ആവശ്യമില്ല എന്നുള്ള നിലയ്ക്കായിരിക്കും അദ്ദേഹത്തിന്റെ വാദം ഉണ്ടാവുക. രഞ്ജിത്ത് മാരാർ, ഇപ്പോ അവകാശം എന്നുള്ള നിലയ്ക്ക് ആർക്കും കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് കൺഫ്യൂഷൻ ആകുമായിരുന്നോ? അതുകൊണ്ടാണോ താങ്കൾ ഭാഗ്യം എന്ന് പറഞ്ഞത്? അതുകൊണ്ടിട്ടല്ല. ലാലിൻ്റെ ഒരു ഇത് ചോദിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ചോദ്യം ലാൽ എന്തായാലും ഈ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരുമല്ലോ. കോടതിയല്ലല്ലോ അത് ഡിസൈഡ് ചെയ്യേണ്ടത്, നമ്മളല്ലേ. നമ്മൾ പല ചർച്ചകളിലും നമ്മളത് ഡിസൈഡ് ചെയ്യുകയാണല്ലോ, വേണോ വേണ്ടയോ. ഇനി എന്താണ് പ്രതിഭാഗത്തിൻ്റെ ഒരു നോമിനി എന്നുള്ള നിലയ്ക്ക് എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ അങ്ങനെ ഒരു നോമിനിയേ അല്ല. ഇനി കൂടുതൽ പ്രോസിക്യൂഷന് വേണ്ടി പലപ്പോഴും പല സർക്കംസ്റ്റൻസിൽ വാദിച്ച പല വക്കീലന്മാരുണ്ടാവും. അവരെ കൊണ്ടൊരു ഓരോന്ന് പറയിപ്പിക്കും. അത് കഴിഞ്ഞ് പോലീസ് സേനയിൽ കണ്ടമാന എക്സ്പീരിയൻസ് ഉള്ള ഈ എവിഡൻസ് എല്ലാം നന്നായിട്ട് അരച്ച് കലക്കി പഠിച്ച് ഇപ്പോൾ ഈ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ കൂടി ഈ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സും ഈ കേസിലെ തെളിവുകളെല്ലാം നന്നായിട്ട് അറിയാവുന്ന ചില പോലീസുകാരുണ്ടാവും. അവരെല്ലാം പറഞ്ഞ് അവസാനം ബെയിൽ കൊടുക്കരുതെന്നുള്ള നിഗമനത്തിലേക്ക് ലാലെത്തുക എന്നുള്ളതാണല്ലോ ലാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഇത്രയും കാലത്തും. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഞാനൊരു അക്കാദമിക സെൻസിൽ മാത്രം എടുക്കുന്നു. കാരണം ഈ കാര്യത്തിൽ ദിലീപിന് ജാമ്യം കിട്ടരുതെന്നോ ദിലീപിന് ജാമ്യം കിട്ടണമെന്നോ ഒരു താല്പര്യം എനിക്കില്ല. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ എന്താണ് നിയമം ചെയ്യുക എന്നുള്ളത് അറിയാനുള്ള അക്കാദമികമായ താല്പര്യമായി എടുക്കുക. അങ്ങനെയാണെങ്കിൽ
ഞാൻ ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കട്ടെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. അപ്പുണ്ണി ഹാജരായതും ഈ തൊണ്ടി മുതൽ പോയതും മാത്രമല്ലല്ലോ, ഒരു കാര്യം കൂടി പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ദിലീപ് എന്ന വലിയ മനുഷ്യൻ, അതായത് ശക്തിമാൻ, സിനിമയിലെ വലിയ നിയന്ത്രകൻ, അദ്ദേഹം പുറത്തേക്കിറങ്ങിയാൽ നടിയുടെ തൊഴിൽ സാഹചര്യത്തിൽ പോലും വലിയ അപകടമുണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതാണ്. ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടല്ലോ, വേണമെങ്കിൽ പ്രോസിക്യൂഷന് പറയാൻ. അതായത് നമ്മളിപ്പോൾ വേറൊരു ഫസൽ വധ കേസിൽ തിരിച്ചൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഫസൽ വധ കേസിൽ കാരായിമാർക്ക് വേണ്ടിയിട്ട് ജാമ്യം ചോദിച്ചപ്പോഴും അദ്ദേഹം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ജയരാജൻ്റെ കേസിലാണെങ്കിൽ പോലും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എല്ലാം പറഞ്ഞുകൊണ്ട്, വേറെ കേസുകളിലെല്ലാം ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പോൾ അത് മാത്രമല്ല ഒരു എന്താ പറയുക, ഒരു കൺസിഡറേഷൻ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ചിലപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ടാവാം. ഈ ഇൻഫ്ലുവൻഷ്യൽ പെട്ടെന്നൊന്നും ഇല്ലാതെ ആവുന്നില്ല. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ബെയില് ഡിനൈ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. അന്നും കോടതി പല കണ്ടീഷൻസും വെച്ചിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ടീഷൻസ് വെച്ചിട്ട് ബെയിൽ കൊടുക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെല്ലാം കോടതി ഡിസൈഡ് ചെയ്തോളും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയായിരിക്കണം പ്രോസിക്യൂഷൻ്റെ വാദം, ഇത് പ്രോസിക്യൂഷൻ ഇത് മറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സുരേഷ് എന്ന് പറഞ്ഞൊരു വക്കീലോ അല്ലെങ്കിൽ DGP മഞ്ചേരി സാറോ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്ന സുമൻ ചക്രവർത്തി എന്ന് പറയുന്ന വക്കീലോ ഒക്കെ നല്ല വക്കീലന്മാരല്ലേ, അവർക്കൊക്കെ നന്നായിട്ട് വാദിക്കാനും അറിയാമല്ലോ. നമ്മളിപ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു കണ്ടീഷനാണ് അവരെ കൂടുതൽ വലട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ ഇത് ചിലപ്പോൾ ഇനി ഇവർ ഓർക്കാതെ പോകുന്നുണ്ടെങ്കിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാനുള്ള ആ മാധ്യമങ്ങളുടെ അവകാശം അത് നടന്നോട്ടെ. ശ്രീ രഞ്ജിത്ത് മാരാർ, നമ്മൾ അതിലേക്ക് പോകേണ്ട, എഴുതാപ്പുറം വായിക്കണം. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് അജകുമാർ, ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊക്കെ കാര്യങ്ങളെ നോക്കുന്ന അഭിഭാഷകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ സംശയിക്കുന്നു. ഒരു അവസരം കിട്ടിയാൽ ഈ കേസ് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയൊക്കെ പോകും അന്വേഷണം എന്നുള്ളത് ചെയ്യാൻ ശ്രമിക്കുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് ആണോ എന്ന് എനിക്കറിയില്ല. അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് അജകുമാർ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും വാദിക്കുക? ഇനി ഈ അടിസ്ഥാന കാര്യങ്ങൾ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇത് 100% കോടതിയുടെ ഡിസ്ക്രിപ്ഷനിലിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ നിയമപരമായി സുപ്രീം കോടതിയുടെ തന്നെ പല വിധികൾ, അവസാന ഈ കല്യാൺ ചന്ദ്ര സർക്കാർ വേഴ്സസ് രാജേഷ് ധവാൻ, അതിലൊക്കെ പറഞ്ഞ പോലെ സെക്കൻഡ് ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്തായിരിക്കണം കൺസിഡറേഷൻ പ്രധാനമായിട്ട് whether there is any substantial change of circumstances from the earlier order. അതായത് മുൻ ഉത്തരവ് പാസ്സാക്കിയതിന് ശേഷം എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനിൽ കാതലായ മാറ്റങ്ങൾ, ഇല്ലെങ്കിൽ ആ ബെയിലിൻ്റെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും കോടതി നോക്കുക. കോടതിക്ക് ഹൈക്കോടതി ആവുമ്പോൾ ഹൈക്കോടതിക്ക് അബ്സല്യൂട്ട്ലി ദ പവർ ടു ഗ്രാൻഡ് ബെയിൽ ഉണ്ട്. ഇനി ആ സാഹചര്യത്തിൽ നമ്മൾ ഈ കേസിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറിജിനലായിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻസ്, ഗുരുബക്ഷൻ സിംഗിൻ്റെ കേസിൽ ഉണ്ടായിരുന്ന ഗൈഡ് ലൈൻസ് ഉൾപ്പെടെയുള്ള ഗൈഡ് ലൈൻസ് നോക്കി നല്ലവണ്ണം എല്ലാം പരിശോധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സ്റ്റേജിൽ ബെയിലിന് അർഹതയില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ 17ാമത്തെ പാരഗ്രാഫിൽ കോടതി അതിൻ്റെ മനസ്സ് തുറന്നു വച്ചു. ഇതൊക്കെയാണ്, അതായത് ഇത്രയും ക്രൂവലായിട്ടുള്ള ക്രൈം, ആ ക്രൂവലായിട്ടുള്ള ക്രൈം എക്സിക്യൂട്ട് ചെയ്ത രീതി, വളരെ അത്യപൂർവമായിട്ട് തന്നെ ഇങ്ങനെ ഒരു സെക്ഷൽ ഒഫൻസ് ചെയ്യാൻ ഒരു കൊട്ടേഷൻ സംഘത്തെ നിയമിക്കുക, അതിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കുക, ഇത്രയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ അന്തർലീനമായിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ലയോ എന്നുള്ളതാണ് കാരണം. ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ തുടക്കത്തിൽ പറഞ്ഞ അഡ്വക്കേറ്റ് അജകുമാർ, ഈ അപ്പുണ്ണി എന്ന നിർണായകമായ ഒരാൾ ഇതിനകത്ത് ഇപ്പോഴും ഹാജരാകാനുണ്ട്, ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളത് ഇവിടെ നടന്നിരിക്കുന്നു. അതുപോലെ തൊണ്ടുമുതലിന്റെ കാര്യത്തിൽ അഡ്വക്കേറ്റ് രാജു ജോസഫ് കുറ്റസമ്മതമൊഴിയായി കൊടുത്തിരിക്കുന്നു, അത് നശിപ്പിക്കപ്പെട്ടു എന്ന്. ഇത് രണ്ടും നടക്കുമ്പോൾ പുതിയ സാഹചര്യമാണ്, പഴയ സാഹചര്യമല്ല എന്ന് പ്രതിഭാഗത്തിന് വാദിക്കാം. പക്ഷെ അതേസമയം പ്രതിഭാഗത്തെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകം പോലീസ് കണ്ടെത്തി എന്നുള്ളത് പറയാൻ പ്രോസിക്യൂഷനാകുമോ? ഈ കേസിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ
ഇതിൽ അപ്പുണ്ണി ഹാജരായതോ രാജു ജോസഫ് ഈ തൊണ്ടി മുതൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതോ ഒരു കാതലായ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഉണ്ടാക്കിയതായി ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇനി ഒരുപാട് മറ്റ് എവിഡൻസുകൾ കളക്ട് ചെയ്യാനുണ്ട്. ആ സമയത്ത് പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ ഇത്രയും ശക്തനായ, ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള പ്രതി മറ്റ് രീതിയിൽ ഇൻവെസ്റ്റിഗേഷനെ ഇൻ്റർഫിയർ ചെയ്യും എന്ന് പ്രോസിക്യൂഷന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് കോടതി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെക്കൻഡ് ബെയിൽ ആപ്ലിക്കേഷൻ അനുവദിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണെന്നാണ് എൻ്റെ നിഗമനം. അല്ല, ഇത് തന്നെയാണല്ലോ മുൻപും കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത്. അപ്പോൾ ഇനി വീണ്ടും പറയുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഷ മാറേണ്ടതില്ലല്ലോ, അത് വീണ്ടും പറഞ്ഞാൽ പോരെ? അതല്ല, അത് കോടതി കണക്കിലെടുക്കില്ലേ? അതിൽ അവരംഗീകരിച്ച ഹൈക്കോടതിയിലെ ഏർലിയർ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുള്ള, മുൻകാല ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുള്ള, ഇത് ആ സിം കാർഡ് കണ്ടെത്താത്തിടത്തോളം കാലം അത് വിക്ടിമിൻ്റെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്നതാണ് എന്നുള്ള ഒരു കണ്ടെത്തലിൽ എന്ത് മാറ്റം ഉണ്ടായി? അതിന് ദിലീപ് എന്തിന് നിരന്തരം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടണമെന്ന മറു ചോദ്യം ചോദിക്കും. അത് പ്രോസിക്യൂഷന്റെ ഭാഗമാണ്, അത് പോലീസിന്റെ കാര്യമാണ്, അത് ആരുടെ കയ്യിലാണെന്ന് അവർ കണ്ടെത്തണം. അതിന് ദിലീപ് എന്തിന് അകത്ത് കിടക്കണം? ഇതുവരെ ആയിട്ടും ആ ഒരു കാര്യത്തിൽ ഈ ഒരു കട്ട പിടിച്ച വേഗവാളി പോലെ അത് അവ്യക്തമായി തുടരുകയാണ്. ഈ രാജു ജോസഫ് ഇത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതോ, അപ്പുണ്ണിക്കിതിൽ കാര്യമായ പങ്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതോ കാര്യമായി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പോലീസ് വിശ്വസിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിന് ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടേണ്ടതുണ്ടാകുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ അതിനു മുമ്പ് ശ്രീ ജോർജ് ജോസഫിലേക്ക് ഒന്ന് വരികയാണ്. ശ്രീ ജോർജ് ജോസഫ്, പോലീസ് അപ്പോൾ കൃത്യമായി മൊഴികൾ തേടിയിട്ട് മാത്രം കാര്യമുണ്ടോ? ആ മൊഴികൾ വാക്കാൽ പറയുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും മൊഴികൾ മാറാം. അതിനെ ശക്തിപ്പെടുത്തുന്ന, ദിലീപിനെ അവിടെ തുടർന്നും നിലനിർത്തണം, ജാമ്യം കൊടുക്കരുത് എന്ന് പ്രോസിക്യൂഷന് സഹായകരമായി പറയേണ്ട പോലീസിന്റെ അന്വേഷണ ഘട്ടം ആയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഏതായാലും വളരെ സൗമ്യനായി രഞ്ജിത്ത് മാരാർ സംസാരിച്ചതിൽ ഒരു നന്ദി. പിന്നെ എവിഡൻസ് ആക്ട് ഞാൻ കലക്കി കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിലും നന്ദി. അത് ആദ്യമായിട്ട് അവിടെ കിടക്കട്ടെ. ഇനി പറയാം. കാരണം അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് 439 ചേഞ്ച്ഡ് സർക്കംസ്റ്റാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിനകത്തില്ല. കാരണം അപ്പുണ്ണിയെ അന്ന് മനഃപൂർവ്വം ബെയില് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മാറ്റി നിർത്തി. അത് പ്രതിഭാഗത്തിൻ്റെ ഒരു തന്ത്രം തന്നെയാണ്. അപ്പുണ്ണി മാറി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം അപ്പുണ്ണി വന്നു. പക്ഷേ പോലീസിനറിയാം ഈ പീഡനം കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പീഡിപ്പിച്ച ആ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ആ ദൃശ്യം അതേപടി എവിടാണ് ചെല്ലേണ്ടത് അവിടെ ചെന്നിട്ടുണ്ട്. അതിന് മാറ്റമില്ല, അവിടെ ചെന്നിട്ടുണ്ട്. അത് കണ്ടെടുക്കാനായിട്ട് ഉള്ള ശ്രമമാണ്. അപ്പുണ്ണി വന്നിട്ടും അത് സാധിച്ചിട്ടില്ല. അപ്പുണ്ണിയുടെ വെർഷൻ പോലീസ് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ദൃശ്യം ചെന്ന് ചേർന്നെന്ന് സംശയിക്കുന്ന 2 അഡ്വക്കേറ്റന്മാരുണ്ട്. അതും പോലീസ് വിശ്വസിക്കില്ല. എന്തു വന്നാലും ശരി ഈ സാധനം കണ്ടെടുത്തേ പറ്റുള്ളൂ. എത്ര ദിവസം ശ്രീ ജോർജ് ജോസഫ് പോലീസിന് ഇത് വിശ്വസിക്കാനും ഒക്കെ സാധിക്കും? അതിനൊരു പരിധിയുണ്ടല്ലോ. ആ കാലത്ത് ദിലീപിന് അവിടെ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് അവർ പറയണം. അതിന് ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്? ഇല്ല, ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്. ഈ സാധനം കണ്ടെടുത്തില്ലെങ്കിൽ ഈ കേസ് ഈ അനുബന്ധ ചാർജ് കൊടുത്താൽ തന്നെ ഈ 173(8) അനുസരിച്ച് എപ്പം വേണേലും വീണ്ടും ഓപ്പൺ ചെയ്യാം. അത് വലിയ റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പലരും ആ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തും മറ്റവരടുത്തൊക്കെ ഞാൻ പല ചാനലിലും പറഞ്ഞത്, ദയവായിട്ട് നിങ്ങൾ അത് കൊടുക്കുക, പര്യവസാനിപ്പിക്കുക. ആ കുട്ടിക്കൊന്നും അത് ഭീഷണി തന്നെയാണ്. ആ മെമ്മറി കാർഡ് കൈവശമുണ്ട്, അത് നശിപ്പിച്ചിട്ടില്ല എന്നാണ് പോലീസ്. പക്ഷേ അത് ദിലീപിന് എന്താണ് അതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പോലീസ് പറയണ്ടേ? അത് ദിലീപിൽ തന്നെ ചെന്ന് ചേർന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം അതാണ്. കാരണം അവിടെ ചെല്ലാൻ ഒക്കെ ഉള്ളത്. അതിനൊരു മീഡിയേറ്റർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. സാധനം അവിടെ ചെന്നിട്ടുണ്ട്, ഭദ്രമായിട്ട് ആ സാധനം സൂക്ഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും പോലീസ്. ഞാൻ ഒരു പോലീസുകാരനായിരുന്നു, അവരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുള്ളൂ. എത്ര പേര് മാറ്റി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ആ ദൃശ്യത്തിൽ നിന്ന് ആവശ്യമുള്ള പ്രിൻ്റ് എടുത്ത ശേഷം തന്നെയാണ് ആ ഒറിജിനൽ സാധനം പോയിരിക്കുന്നത്. അത് ഇപ്പം അതിൻ്റെ ഒരു പ്രിൻ്റ് എന്തായാലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടല്ലോ.
അത് എന്തായാലും വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൻ്റെ ഒരു റിപ്ലിക്ക തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്മിറ്റ് എന്നാൽ അത് ഒറിജിനലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അത് ഒറിജിനൽ തന്നെ. അതുകൊണ്ട് എന്തായാലും ശരി, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ ആവശ്യമുള്ള എവിഡൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇതാണ് അങ്ങ് വാദത്തിന് വേണ്ടി ഇനി ഇപ്പോഴും പോലീസ് അന്വേഷണത്തിൽ തുടരുന്ന ആളാണ് ജോർജ് ജോസഫ് എങ്കിൽ ഇങ്ങനെയാണത് നടക്കുക. പ്രോസിക്യൂഷൻ വാദിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞതുപോലെയാണ്, സാഹചര്യങ്ങൾ മാറുന്നില്ല എന്ന് അവർക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ദിലീപിന് ജാമ്യം കൊടുക്കാൻ, ആ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാൻ ഹൈക്കോടതി ഈ രണ്ടാം ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ സാധിക്കുമെന്ന് താങ്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ലാലിത് എന്ത് പരിപാടി ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാലിൻ്റെ എന്താ ലാൽ ചോദിക്കുന്നത്? ഈ ഒരു കേസ് നമ്മൾ ഇപ്പം ലാൽ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഇതിലേക്ക് അവസാനം ഒരു പര്യവസാനത്തിലേക്ക് എത്തണ്ടേ? അതിന് പകരം ദിലീപിന് ജാമ്യം എന്താ ചോദിക്കുന്നത് എന്നോട്? അല്ല, ദിലീപിന് ജാമ്യം തേടാനാണ് ഇന്ന് ഹൈക്കോടതി പുതിയ വക്കീൽ പോകുന്നത്. അതുകൊണ്ട് ദിലീപിന് ജാമ്യം കിട്ടാൻ സാഹചര്യങ്ങൾ മാറി എന്നാണ് താങ്കൾ പറയുന്നത്. അതിനി ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. സാഹചര്യങ്ങൾ മാറിയിട്ടില്ല എന്നാണ് അഭിഭാഷകനായ അജകുമാറും ഒപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത്. താങ്കൾക്ക് അതിനകത്ത് അക്കാദമികമായി ഒരു കൗതുകവും തോന്നുന്നില്ലേ? ലാൽ ഇതിൽ നമ്മളൊരു സാധനം പറഞ്ഞു, അത് ലാൽ എന്നോട് ഞാൻ എൻ്റെ വാദം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഡിഫൻസിൻ്റെ വാദം എന്താണെന്ന് എന്നോട് പറയാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ലാൽ ഇത് ഡിസൈഡ് ചെയ്യോ? അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ അത് ഖണ്ഡിച്ചു വാദിച്ച് പ്രോസിക്യൂഷൻ്റെ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് 2 റെപ്രസെൻറ്റേറ്റീവ്സ് ഇരുന്നിട്ട് ഖണ്ഡിച്ചു വായിച്ചിട്ട് അതിന് ലാൽ ഡിസൈഡ് ചെയ്യോ? ഇത് എന്ത് പരിപാടി അത്? ഇല്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ലല്ലോ. രഞ്ജിത്ത് മാരാർ, ഇത് എഴുതാപ്പുറം വായിക്കേണ്ട തുടക്കത്തിലെ ഈ പരിപാടിയുടെ സമയം തീർക്കുക എന്നുള്ളതിന് അങ്ങ് സഹകരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങ് കൃത്യമായി അതിന് ഉത്തരം പറയാൻ അങ്ങക്ക് സാധിക്കുമോ? ലാൽ ഇതെന്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ലാലിൻ്റെ ക്യാമറ വെച്ചിരിക്കുകയാണ്. ഞാൻ ഏറ്റവും മര്യാദയായിട്ട് പെരുമാറുകയാണ്. ലാല് സൗണ്ട് റേസ് ചെയ്യണതുകൊണ്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ ഈ മറ്റേ 1-2 മണിക്കൂർ കോടതിയിൽ വാദിക്കണതിൻ്റെ പൈസയല്ല ലാൽ തന്നത്. നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻ്റെ പുറത്ത് നമ്മളൊരു പരിപാടി ചെയ്യുന്നു. ലാൽ അത് വൃത്തിയായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഇനി സൗണ്ട് ഉയർത്തി നമ്മൾ തമ്മിൽ വെറുതെ തമ്മിൽ തല്ലേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യം ഒറ്റ ഇതേ ഉള്ളൂ. ഇതിലൊരു ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഉണ്ട്. അവർ ബെയിൽ ആപ്ലിക്കേഷൻ മൂവി അത് കൺസിഡർ ചെയ്യും. ഇതിൻ്റെ എല്ലാം വൃത്തിയായി ഇതിലും നന്നായിട്ട് ഇദ്ദേഹം DGP ഒന്നുമല്ല. DGP അജകുമാർ സാറിനെക്കാട്ടിലൊക്കെ അജയ് കുമാർ സാറ് കേരളത്തിലെ ഏറ്റവും നല്ല വക്കീലന്മാരിൽ ഒരാളാണെങ്കിലും അജയ് കുമാർ സാറിനെ 100 ഇരട്ടി നന്നായിട്ട് അദ്ദേഹം വാദിക്കുന്നവരാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി മറ്റേ പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ അവര് ഇപ്പോൾ ബിജു കെ പൗലോസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സും എല്ലാം കണ്ടെത്തിയ എവിഡൻസ് വെച്ചിട്ട് അവർ വാദിക്കട്ടെ. ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഉണ്ടെന്നുള്ളത് ഹൈക്കോടതിയിലെ ജഡ്ജി ഡിസൈഡ് ചെയ്യല്ലേ വേണ്ടത്. ഡോക്ടർ ലാൽ എന്ന് പറയുന്ന ചാനൽ ആങ്കർ അത് ഡിസൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നമ്മളിപ്പോ പറഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കണം. ലാൽ ഇത് ഇടയിൽ ഞാനത് പറയണത് ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയൂ. ലാൽ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിലെ ഒരു മാറ്ററിൽ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് പെൻഡിങ് ഉള്ള മാറ്റേഴ്സിൽ കോടതി പ്രൊസീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെ മീഡിയ പ്രൊസീഡ് ചെയ്യേണ്ടത്, മീഡിയ ഡിസ്കഷൻസ് എങ്ങനെയാണ് വരേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് റുമാപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇതേപോലത്തെ പരിപാടികളെല്ലാം കണ്ടോന്നിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു ഭീഷണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഈ പരിപാടി ഏത് രീതിയിൽ നടത്തുന്നു എന്നും ഈ കാര്യത്തിലൂടെ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കും ഇത് ഇട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ലല്ലോ ചോദ്യം. ഇന്നത്തെ ചർച്ച അങ്ങ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ കാര്യത്തിൽ ദിലീപ് ജാമ്യം പോകുമ്പോൾ പറയാൻ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം തരില്ല. ലാൽ ഇത് സൗണ്ട് ഉയർത്തി ലാൽ സംസാരിച്ചു കൊണ്ടിട്ട് അതൊരു സൗണ്ട് ആർഗ്യുമെന്റ് ആവണമെന്നില്ല. ലാലിനെ ഞാൻ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരം മാത്രമാണ് പറഞ്ഞത്. ലാൽ ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്തത് കൊണ്ടിട്ട് ഇതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് TRP കൂട്ടുന്ന ഒരു സംഭവം അല്ല ഇത്. ഇതിന് എന്നോട് ഒരു കാര്യം വിളിച്ച് ചോദിക്കുന്നു, എൻ്റെ മര്യാദയ്ക്ക് ഞാനിത് പറയുന്നു. ഇതിന് നമ്മൾ തമ്മിൽ തല്ലിനെക്കിട്ട കാര്യം എന്താ ഉള്ളത്? എനിക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ലാൽ കുറച്ച് ായി അങ്ങയോട് ചോദിക്കുകയാണ്. അങ്ങ് ശാന്തനായി അങ്ങ് ഉത്തരം പറയുക. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, അങ്ങ് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. ഒരു
പ്രഗത്ഭമായ കേസിൽ, രാജ്യം മുഴുവൻ കാതോർത്തിരിക്കുന്ന ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രതിയെന്ന് ജനങ്ങൾ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാത്തൊരു ജനപ്രിയ നടൻ ഈ ജയിലിനകത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? സാഹചര്യം മാറിയോ എന്നുള്ളിടത്ത് അദ്ദേഹം പുറത്തേക്ക് വന്നാൽ മുമ്പ് പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ഈ നടിക്ക് തൊഴിൽ സാഹചര്യത്തിൽ ഭീഷണി ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് അങ്ങേക്ക് പറയാമോ? സാഹചര്യം മാറി തന്നെയല്ലേ ഞാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഹൈക്കോടതി അതിന് കണ്ടീഷൻസ് ഫിക്സ് ചെയ്തോളും. ഹൈക്കോടതിക്ക് അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ നിയമമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് ക്വാളിഫൈഡ് ആണ്, അദ്ദേഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സും ഉണ്ട്. അവരത് നന്നായിട്ട് ചെയ്യുന്നില്ലേ? അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴല്ലേ നിങ്ങൾക്ക് ജഡ്ജ്മെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അധികാരം മീഡിയക്കുള്ളൂ. അല്ലാതെ അത് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ടില്ലേ, ഇനി ചെയ്യുമോ, ഇതെല്ലാം ഇറലവന്റ് അല്ലേ ഇന്നത്തെ ദിവസം? ഇവിടെ ചോദ്യങ്ങളായി വന്നില്ല. രഞ്ജിത്ത് മാരാർ ഇത് ഊഹിക്കുന്നതാണ്. ഇത് ജനങ്ങളുടെ ബുദ്ധിയിലും ലാല് സ്വയം കണ്ണടച്ചിട്ട് ഇരുന്ന് സംസാരിക്കരുത്. ലാല് ചോദിച്ച ചോദ്യം അത് സാഹചര്യം മാറിയിട്ടുണ്ടോ? സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് ഞാനല്ല ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലാലല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി അത് സാഹചര്യം മാറിയിട്ടില്ല അത് കാണുകയാണെങ്കിൽ ഹൈക്കോടതി അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ആരും വാദിക്കണ്ടല്ലോ. ഇത് മുഴുവൻ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഫയൽ ചെയ്യാത്ത ഹൈക്കോടതി തീരുമാനിച്ചാൽ മതി. ആരും വാദിക്കണ്ടല്ലോ, ഒന്നും പറയണ്ടല്ലോ കോടതിയിൽ. ലാലത് പറയേണ്ടത്. അതിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലാല് പറയണത് കേൾക്കുന്ന സബോർഡിനേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനോട് ലാലത് പറയണം. അല്ലാതെ ദിലീപിന്റെ വക്കീലിനോടോ അല്ലെങ്കിൽ ഹൈക്കോടതിയോടോ ലാലത് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല എന്ന് വരും. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ലാല് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും, അവരോട് ഇത് പറയാം, അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. അല്ലാതെ എന്റെ സബോർഡിനേറ്റ് അല്ല ഈ അഡ്വക്കേറ്റ് രാമൻ പിള്ളയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് രാംകുമാറോ എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ പച്ച മലയാളം മനസ്സിലായി. പക്ഷേ ദിലീപിനെ സ്നേഹിക്കുന്നവർക്ക് ഇതത്ര രസിക്കുന്ന ഉത്തരമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ സജി നന്ദ്യാട്ട്, സിനിമാ രംഗത്തുള്ളവർ ദിലീപിനെ വെറുക്കുന്നവരാണ് ഞാൻ കരുതുന്നില്ല. ദിലീപിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ജാമ്യം കിട്ടുമോ എന്ന് അവരും അറിയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെങ്കിലും കരുതുന്നുണ്ടോ, വക്കീലന്മാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങളെങ്കിലും കരുതുന്നുണ്ടോ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, ദിലീപിന് ജാമ്യം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന്? അല്ല, ആദ്യം തന്നെ ലാൽ പറയട്ടെ, ഈ ചർച്ചയിൽ ഞാനൊരു അധികപ്പറ്റാണെന്ന്. കാരണം നിയമപരമായി ജാമ്യം കിട്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ചർച്ച നടക്കുമ്പോൾ നിയമജ്ഞന്മാരായ ആൾക്കാരിരിക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു അധികപ്പറ്റാണോ എന്ന് എനിക്കൊരു ഫീലുണ്ട്. അത് ആദ്യമേ ഞാൻ തുറന്ന് പറഞ്ഞേക്കാം. എന്നെ വിളിച്ച് പറഞ്ഞത് ഡി സിനിമയുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിലെ തിയേറ്റർ അവർ മുനിസിപ്പാലിറ്റി അത് ഉപരോധിച്ചതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് പങ്കെടുക്കേണ്ടതാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഞാൻ താങ്കളോട് ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കാം. അതായത് എന്റെ ചോദ്യം ഇതാണ്, ഈ കേസ് ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ ദിലീപിന് വന്നുപെട്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം, ഡി സിനിമാസ് അടച്ചുപൂട്ടിയിരിക്കുന്നു. അദ്ദേഹം അവിടുത്തെ കെട്ടിട നിർമ്മാണത്തിൽ അപാകതകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മറ്റൊന്ന്, ദിലീപ് മറ്റൊരു വിവാഹം മുൻപ് കഴിച്ചിരുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. അങ്ങനെ ദിലീപിന്റെ തലയിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെങ്കിലും വന്നുപെടുന്നു. ഇതൊക്കെ ഈ കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ദിലീപിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക്, ജാമ്യം കിട്ടാത്ത തരത്തിലേക്ക് ദിലീപിനെ എതിർത്ത് വാദിക്കുന്ന പ്രോസിക്യൂഷന് ശക്തി പകരുന്നതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നിയമപരമായ ചോദ്യമല്ല, നിയമത്തിലെ വകുപ്പുകളല്ല അങ്ങയോട് ചോദിക്കുന്നത്. ഒരു സിനിമാക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഫിലിം ചേംബറിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അല്ല, ഞാൻ പറയുന്നത് ഇവിടെ പത്രങ്ങളും നമ്മുടെ ജോർജ് ജോസഫ് സാറൊക്കെ ചാനലിരുന്നുകൊണ്ട് കുട്ടിഘോഷിക്കുകയായിരുന്നു, ദിലീപ് കയ്യേറി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ സജി അങ്ങനെ ആ കാര്യം ഈ സിനിമയുടെ കാര്യമേ ഞാൻ മിണ്ടിയിട്ടില്ല. സജി പറയുന്നത് ഞാൻ ആ കാര്യമേ മിണ്ടിയിട്ടില്ല. സാറേ സാറേ ഉണ്ട് സാറ് ഒരു ചാനലും പറഞ്ഞിട്ടില്ല. അതെ, നോക്കിക്കോളൂ, ഒരിടത്തും മിണ്ടിയിട്ടില്ല. ഞാൻ ആദ്യം സാറേ ഭൂമി കയ്യേറിയതിന്റെ ഭൂമി കയ്യേറിയ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഡി സിനിമയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ആ ചർച്ചയിൽ സാറൊക്കെ പറഞ്ഞ കാര്യം ഞാൻ കേട്ടതാണ്. ഡി സിനിമയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ദിലീപിനെ തൂക്കിക്കൊണ്ടുപോകുമെങ്കിൽ അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതല്ല സാറേ, അങ്ങനെ പറയരുതേ. നിങ്ങളെല്ലാം അവസാനം ഇതെല്ലാം വിഴുങ്ങും. ദിലീപ്
കുമരകത്ത് ഭൂമി കൈയേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 8 കോളം ന്യൂസായിരുന്നു എല്ലാ പത്രത്തിലും. കഴിഞ്ഞ ദിവസം 55 സ്ഥലത്ത് ഭൂമി വാങ്ങിച്ച കാര്യം മാത്രമേ സജി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ കുമരകത്തെ കാര്യം പറഞ്ഞിട്ടില്ല, എങ്ങും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ. അപ്പോ ആ വാർത്ത പത്രത്തിൽ വായിക്കാൻ ലെൻസ് വെക്കണമായിരുന്നു. തൊടുപുഴയിൽ 2 ഏക്കർ സംതിങ് സ്ഥലം ദിലീപിനുണ്ടായിരുന്നു. ആ സ്ഥലവും കയ്യേറ്റമൊന്നും ഇല്ലാന്ന് തഹസിൽദാർ റിപ്പോർട്ട് കൊടുത്തു. ഇനി ഡി സിനിമയുടെ കാര്യം, ചാലക്കുടി നഗരസഭയിൽ ഡി സിനിമയുടെ കാര്യം, അവിടെ കയ്യേറ്റമില്ല. 30 വർഷത്തെ അതിന്റെ രേഖകൾ ബാക്ക് ഫയൽ പരിശോധിച്ചപ്പോ അവിടെ 1 ഇഞ്ച് കയ്യേറ്റമില്ല. ദിലീപ് വാങ്ങിയിട്ട് 11 വർഷമായിട്ടുള്ളൂ. അവിടെ ഇന്നത്തെ BJPയുടെ കൗൺസിലർ ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്, അവിടെ 30 സെന്റ് സ്ഥലം അമ്പലവകയായിട്ട് തോട് ഉൾപ്പെടെയുള്ള പുറമ്പോക്ക് അവിടെ കിടപ്പുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ ബോധപൂർവം ഉള്ള കാര്യങ്ങളാണ്. ശ്രീ സജി നന്ദ്യാട്ട്, ഇപ്പോൾ ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ഈ ചർച്ചയിൽ ഞാൻ എൻ്റെ ഈ അന്വേഷണത്തിൽ ഈ ചോദ്യം ഇട്ടുകൊടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എനിക്കതിന് ആ ചോദ്യത്തിന് ഉത്തരം തേടാനുള്ള അവകാശമില്ല, അത് ചോദിക്കാനുള്ള അവകാശമില്ല എന്ന തരത്തിലാണ് ഉത്തരം തന്നത്. ശ്രീ സജി നന്ദ്യാട്ടിന് ഇത്തരത്തിലൊരു ചോദ്യത്തിന് വേറെ രീതിയിലുള്ള ഒരു വളച്ചൊടിക്കൽ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉത്തരം പറയാൻ. ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, കാരണം ഈ വളച്ചൊടിക്കൽ ആവശ്യമില്ലാതെ കൃത്യമായി ഉത്തരം പറയുന്ന, ഏത് ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരാൾ എന്ന ഇമേജ് താങ്കൾക്കുള്ളത് കൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ആ ഇമേജ് പൊഴിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് അങ്ങാണ് ഉത്തരത്തിലൂടെ തീരുമാനിക്കേണ്ടത്. ശ്രീ PC ജോർജ്, ദിലീപിന് ജാമ്യം കിട്ടത്തക്കവണ്ണമുള്ള ഒരു പുതിയ സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ടോ? അതായത് കേരള പോലീസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈയിനം കേസിന് ജാമ്യം കൊടുക്കാൻ കഴിയും. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മുടെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞത് എന്താ? ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയോണ്ട് ജാമ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ സത്യം എന്താ? നമ്മുടെ മാധ്യമങ്ങൾ സത്യവും മിഥ്യയും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളെ അറിയിക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ? അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് പോലീസ് ഈ ദിലീപിന്റെ പേര് ചുമത്തിയ സെഷൻ കേസിന് ജാമ്യം കൊടുക്കാൻ അധികാരമില്ല. അത് സെഷൻ കോടതിക്കേ ഉള്ളൂ. ഇവിടെ സംഭവിച്ചത് ശ്രീ PC ജോർജ് അതിന് മുകളിലുള്ള ഹൈക്കോടതിയിലേക്ക് പോയപ്പോഴും ജാമ്യം തള്ളിയല്ലോ. അപ്പൊ ആ കാര്യം അവിടെ ഇല്ല. ഞാൻ പറയട്ടെ, ഞാൻ വഴക്കിനില്ലല്ലോ, ആരുമായിട്ടും വഴക്കിന് ഞാനില്ല. പുതിയ PC ജോർജ് ആണോ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? പുതിയ PCR അല്ല, പഴയ PCR തന്നെ. സത്യം പറയും, എനിക്ക് ബോധ്യമുള്ളത്. ഞാൻ ആരുടെയും കാലെ പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല, ആരുടെയും അച്ചാരം വാങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. സെഷൻ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യാതെ നേരെ നമ്മുടെ വക്കീല് ഹൈക്കോടതിയിൽ പോയി ജാമ്യത്തിന് മൂവ് ചെയ്തപ്പോ അത് ശരിയായില്ലെന്ന് പറഞ്ഞ ആളാ ഞാൻ നിയമപരമായ കാര്യമാണ് പറഞ്ഞത്. എന്താ ഹൈക്കോടതി പറഞ്ഞേ? ഹൈക്കോടതി വിധിയിൽ തന്നെ പറഞ്ഞു സമയമായിട്ടില്ല. പോലീസ് എന്താ എടുത്ത നയം? കേസ് അന്വേഷണം തുടങ്ങിയിട്ട് 14 ദിവസമായുള്ളെന്ന്. പക്ഷെ മനസ്സിലാക്കണം, 5.5 മാസമായിട്ട് പോലീസിന്റെ പുറകെയാണെന്നാണ് പോലീസ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 19 തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്ന് കോടതിയിൽ ജനങ്ങളോടും മാധ്യമത്തിലൂടെയും പോലീസ് അറിയിച്ചു. എന്റെ കാര്യം പറയാം, എനിക്കിപ്പോ ദിലീപ് ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അയാൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഫോണിൽ പോലും അയാളോട് മിണ്ടിയിട്ടില്ല. പക്ഷെ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ഈ കാര്യത്തിൽ ആരും ധൈര്യപൂർവ്വം ദിലീപിനെ പിന്തുണയ്ക്കുന്നില്ല. ഈ ഘട്ടത്തിൽ സിനിമാക്കാർ പോലും വരുന്നില്ല. സജി നന്ദ്യാട്ട് പോലും വളഞ്ഞു ചോദിച്ചാലാണ് ഉത്തരം പറയുക എന്നുള്ള ഘട്ടത്തിൽ PC ജോർജ് വന്ന് ദിലീപിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിന് കാരണം PC ജോർജിന് ദിലീപുമായിട്ട് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നൊക്കെയാണ്. ആ തെറ്റായ ധാരണ മാറ്റാൻ വേണ്ടി കൈരളിയോട് ഞാൻ പറയുന്നു, ദൈവം സാക്ഷി, എന്റെ കുഞ്ഞുങ്ങളെ പിടി സത്യം, എനിക്ക് ദിലീപുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ദിലീപിന് ഒരു പ്രാവശ്യമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ ഓർമ്മയിൽ. അത് ഇടുക്കി ജില്ലയിൽ ഈ കാലഘട്ടത്തിൽ ബിസിനസ് ബന്ധങ്ങൾക്ക് നേരിട്ട് കാണുകയൊന്നും വേണ്ട ശ്രീ PC ജോർജ്. എനിക്കാരും നാണം കെട്ട ബിസിനസ്സുകാരനല്ല മിസ്റ്റർ സുഹൃത്തെ, ഞാൻ അങ്ങനെ കച്ചവടക്കാരനല്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ചില മാധ്യമ സുഹൃത്തുക്കൾ ദിലീപിനെതിരെ ആവശ്യമില്ലാത്ത കള്ളപ്രചരണം നടത്തിയിട്ട് ഇപ്പൊ അവരും വെള്ളത്തിലാ. അവരതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇയാൾക്ക് ജാമ്യം കിട്ടാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നല്ലേ ഉള്ളൂ. എന്തെല്ലാം വൃത്തികെട്ട രാജ്യത്ത് ദിലീപിനെ പറ്റി പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ കാര്യത്തിലേക്ക് വരൂ ശ്രീ PC ജോർജ്. ഇപ്പോ ദിലീപിന് ജാമ്യം കിട്ടാനുള്ള പുതിയ സാഹചര്യമാണോ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിസ്ക്രിപ്ഷനാണ്. ആ ജഡ്ജിയുടെ മനസാക്ഷിയാണ് വലുത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു MLA അകത്ത് കിടക്കുകയാണ് ജാമ്യമില്ലാതെ. അദ്ദേഹം സെഷൻ കോടതി പോയിരിക്കുകയാണ്. സെഷൻ കോടതി ജാമ്യം നിഷേധിച്ചു. എന്തുകൊണ്ട്?
ആ പോലീസ് ഇട്ടിരിക്കുന്ന സെക്ഷൻ അനുസരിച്ച് ജാമ്യം ഉടൻ കിട്ടുന്നതല്ല. ശ്രീ പി സി ജോർജ്, അതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ സെക്ഷൻ പോലീസ് അങ്ങനെ ഇട്ടത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടാത്തതാകാൻ സാധ്യതയില്ല. അതിൽ അവർ കുറ്റവാളികളാണ് എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുകൾ വരുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴും കോടതികളുടെ പല തട്ടുകൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കാണും. ഞാൻ പറയാം ഏറ്റവും കൂടുതൽ എന്റെ പേരിൽ ആരോപണം വന്ന വിഷയം തന്നെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ആ സിനിമാ നടി മാനസികമായും ശാരീരികമായും വേദനിച്ചു പീഡിപ്പിക്കപ്പെട്ടു എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കശ്മലൻ ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. ആകെയുള്ള പ്രശ്നം ദിലീപുമായിട്ടുള്ള ബന്ധമാണ്. ഗൂഢാലോചന നടത്തിയവർ വരട്ടെ, അതിലേക്ക് വരിക. ഈ ഗൂഢാലോചന എന്ന് പറയുമ്പം ക്രിസ്റ്റൽ ക്ലിയർ തെളിവ് കിട്ടണം. നമുക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തെളിവ് തരണം. ഈ കശ്മലൻ എന്റെ രണ്ട് കാര്യം പറയാം. ഈ കശ്മലൻ ഈ പെൺകുട്ടിയെ മാത്രമല്ലല്ലോ, വേറെ 2 സിനിമാ നടിമാരോടും ഇതേ രീതിയിൽ മോശമായി പെരുമാറിയിട്ടുണ്ടല്ലോ. അത് ആരുടെ കൊട്ടേഷനാന്ന് പറയണ്ടേ? 2011 ഏറ്റവും പ്രഗത്ഭമായ ഒരു നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ? അവരന്ന് പരാതി കൊടുത്തില്ലേ? എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഇപ്പൊ FIR എടുത്തു കഴിഞ്ഞപ്പോ ആ FIRന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുത്തിട്ട് 5 പേരെ അറസ്റ്റ് ചെയ്തപ്പം അതിലെ ഒരു പ്രതിയാര നമ്മുടെ പ്രിയങ്കരനായ ഒരു MLA-യുടെ ഡ്രൈവറാ, സിനിമാക്കാരനായ ഗണേശന്റെ അല്ല, ഡ്രൈവറാ. ഇവിടെ ഈ സുനിയെ പറ്റി അന്വേഷിച്ചപ്പോഴോ സുനി ഇപ്പൊ 3ാമത്തെ സംഭവമാണ് അറിയപ്പെടുന്നത്. സുനിയും അയാളുടെ ഡ്രൈവറാണ്. ശ്രീ പി സി ജോർജ്, ദയവായി ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ സജി നന്ദിയാട്ട്, ഈ കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നപ്പോൾ ഒരു ഘട്ടം താങ്കളും ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞതുപോലെയുള്ള ഒരു കൊട്ടേഷൻ മുൻപും ഈ സുനിൽ പൾസർ സുനി ഏറ്റെടുത്തതും അതുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ ഒരു ബന്ധമുണ്ട് എന്ന തരത്തിലും ഒക്കെ വാർത്ത വന്നതാണ്. ഈ കാര്യത്തിൽ അത് പിന്നീട് ആ വാർത്ത കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് എത്രയോ ആഴ്ചകൾ മുന്നോട്ട് വന്നു. അതിന്റെ പേരിൽ കുറച്ചൊക്കെ തീ തിന്ന ആളാണ് താങ്കളും. അപ്പോൾ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താങ്കൾക്കും ഉണ്ടാകും. എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക? അല്ല, എനിക്ക് പൾസർ സുനിയെ അറിയില്ല. പി സി ജോർജ് സാറ് പറഞ്ഞ പോലെ ദിലീപുമായിട്ട് പരിചയമുണ്ട്, വ്യക്തിബന്ധങ്ങളില്ല, സുഹൃത്തുമില്ല. പക്ഷേ ദിലീപ് പൾസർ സുനിയെ പരിചയപ്പെടുത്തി ഞാനാണൊക്കെ പറഞ്ഞു മഞ്ഞ മാധ്യമങ്ങളിൽ വന്നു. എനിക്കത് ചിരി തോന്നി. മാത്രമല്ല, കൊമരത്ത് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബന്ധമാണെന്ന് എനിക്ക് തന്നെ അറിയുന്നത്. അപ്പം ഞാൻ എന്നെ തൊട്ട് നോക്കി, ഞാൻ തന്നെയാണോ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്നതിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്മുടെ പാമ്പും ഗുളിക എന്നൊരു സാധനമുണ്ട്, ചെറുതാ, ഒരു തന്മാത്രയുടെ വലിപ്പമേ ഉള്ളൂ, കത്തിച്ചു വിട്ടാൽ വലുതായിട്ടൊക്കെ പോകും. പക്ഷെ പി സി ജോർജ് കഥകൾ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അക്കാര്യത്തിൽ ഒന്നുമില്ലാതെ വെറുതെ പടച്ചുവിടുന്നു മാധ്യമങ്ങൾ എന്നാണ്. അതെ അതെ അല്ലല്ല ഉണ്ടുണ്ട്. ഇതിപ്പോ ഈ ജോണി സാഗരിയെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിനുശേഷം ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയിട്ടില്ലായിരുന്നു. പിന്നീട് ഈ അടുത്ത നാളിൽ പോലീസ് വിളിച്ച് ജോണി സാഗരോട് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ജോണി സാഗരോട് സംസാരിച്ചു കഴിഞ്ഞ ആഴ്ചയില് ഒരു മീറ്റിംഗ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ പരാതി കൊടുത്ത് ആ 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പൾസർ സുനി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ജോർജ് സാർ പറഞ്ഞ കറക്റ്റാണ്. അപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ? ദിലീപിന് ജാമ്യം കിട്ടോ ഇല്ലയോ? അതും ഈ ഡിസ്ക്രിമിനേറ്റീവ് പവർ, കോടതിയുടെ ഡിസ്ക്രിമിനേറ്റീവ് പവറിൽ ഉദ്ദേശിച്ചാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അപ്പുണ്ണി ഹാജരാകണം, അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കണം. ദൃശ്യങ്ങളുടെ കോപ്പിയുണ്ട്, ദൃശ്യങ്ങൾ നശിച്ചു പോയി അല്ലെങ്കിൽ കത്തിച്ചു പോയി. നമുക്കറിയാം, അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കാണാതെ പോയാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? അത് നശിച്ചു, അത് കത്തിപ്പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി. ഈ 2 കാരണങ്ങൾ, ഈ യാത്രയിൽ പോയി, ഈ 3 കാരണങ്ങൾ പറഞ്ഞാലേ നമുക്ക് പുതിയ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത രീതിയിലുള്ള നശിപ്പിക്കലായി വ്യാഖ്യാനിക്കപ്പെടണം. അപ്പോൾ ഈ അഡ്വക്കേറ്റ് പറഞ്ഞെന്താണ്, ഇത് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന അർത്ഥം. 2, അപ്പുണ്ണി ഹാജരായിട്ടുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യം സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. ഞാൻ വക്കീലോ അല്ലെങ്കിൽ നിയമജ്ഞനോ അല്ല, സാമാന്യ ബുദ്ധിയിൽ പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ ജാമ്യം കിട്ടാം. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരിക്കലും അത് തന്നെയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. രഞ്ജിത്ത് മാരാർ പറയാത്ത വേണമെങ്കിൽ ജാമ്യം കിട്ടാമെന്ന് പറയാത്ത ഉത്തരം, സജീവൻ തുടക്കത്തിൽ പറയാത്ത ഉത്തരം, അതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീ പി സി ജോർജ് അതിന് എന്ത് ഉത്തരം പറയുന്നു എന്നുള്ളത് കൂടിയാണ് എനിക്കിപ്പോൾ കേൾക്കേണ്ടത്. ശ്രീ പി സി ജോർജ്, അപ്പോൾ ഗൂഢാലോചനയുടെ വശം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടെത്താൻ പോകണ്ടേ? തീർച്ചയായും ഗൂഢാലോചനയുണ്ടെങ്കിൽ കണ്ടെത്തിയേ മതിയാവൂ. ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് വേണ്ട, കൈരളിച്ചാറിനോട് നന്ദി പറയുക. ആദ്യമായിട്ട് ഒരു ചാനലുകാരൻ നിഷ്പക്ഷമായി ഇങ്ങനെ ഒരു കാര്യം ഇത് ചർച്ച ചെയ്യുന്നത്. നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്.
ശ്രീ പി സി ജോർജ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പുകഴ്ത്തലുകൾ ഒഴിവാക്കാം. അല്ല, പുകഴ്ത്തലുകളല്ല, സത്യം ഞാൻ പറയണ്ടേ, എന്റെ അനുഭവം പറയുക. അനുഭവം ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങളോട്? നിങ്ങൾ ഒരു മാന്യത പ്രകടിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. മാതൃഭൂമിയും മറ്റേ ഏഷ്യാനെറ്റ് എന്നോട് ചെയ്തത് എന്താ? എന്നെ കൊണ്ട് മിണ്ടിക്കുകയില്ല, അവരങ്ങ് പറഞ്ഞേക്ക പ്രതിയാണെന്ന്. ഞാനിന്ന് മറുപടി പറയും. ആ രീതി പോകുന്ന മാധ്യമധർമ്മത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇവിടെ എന്റെ ഒരു ചോദ്യം, ഈ കാര്യത്തിൽ ഞാൻ താങ്കൾക്ക് ഉത്തരം പറയാനൊരു അവസരം തരാം. ആ നിഷ്പക്ഷത ഞാൻ കാണിക്കുന്നു എന്ന് അങ്ങ് അംഗീകരിക്കുന്നുവെങ്കിൽ ശ്രീ ജോർജ് ജോസഫ്, ഈ പി സി ജോർജും ഈ കാര്യത്തിൽ എവിടെയൊക്കെയോ പെടാവുന്ന ഒരാളാണ് എന്ന് താങ്കൾ എവിടെയോ ചർച്ചകളിൽ പറഞ്ഞതായി എനിക്ക് തോന്നിയതാണോ? അങ്ങനെ ഉണ്ടോ? സാഹചര്യം ഉണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കേസ് വിലയിരുത്തുമ്പോൾ അദ്ദേഹം പറയട്ടെ, നമുക്ക് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളാം. പി സി ജോർജിനെ പേടിയുണ്ടോ ശ്രീ ജോർജ് ജോസഫിന്? എന്നെ ആർക്കും പേടിക്കണ്ട, എനിക്ക് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. പറഞ്ഞോളൂ ശ്രീ പി സി ജോർജ്, തുടർന്നോളൂ. ജോർജ് ജോസഫ് കേട്ടോളൂ. ഞാൻ എന്റെ സംശയം, ആ പെൺകുട്ടി, ആ ആക്രമിക്കേണ്ട പെൺകുട്ടിക്ക് ഉണ്ടായ മാനഹാനി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു സഹോദരിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഞാൻ കരുതുന്നത്. പക്ഷേ പോലീസ് പറയേണ്ട എന്താ? അവിടെ നടന്ന കേസ് കോടതി പറയുന്നതിന് പകരം വിസ്താരത്തിനിടയ്ക്ക് പറയുകയാണ്, നമ്മുടെ ഡൽഹിയിൽ നടന്ന ബലാത്സംഗമുണ്ട്, അറിയാമല്ലോ, എത്രയോ ഭീകരമായിരുന്നു, അതിലും ക്രൂരമാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന നിഷ്പക്ഷമതികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി സംശയം തോന്നും. ശ്രീ പി സി ജോർജ്, നമ്മളിത് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ കൂടി താങ്കൾ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോഴും താങ്കൾ ന്യായീകരിക്കുകയാണോ? താങ്കൾ എന്താണ് പറഞ്ഞത്? അന്ന് ഡൽഹിയിലെ പെൺകുട്ടിക്ക് ഉണ്ടായതുപോലെയാണെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെ പിന്നെ തൊഴിലിടത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് പീഡനത്തിന്റെ അളവ് കുറഞ്ഞു എന്നതിന് കാരണമാകുമോ ശ്രീ പി സി ജോർജ്? ഞാൻ പറഞ്ഞ മനസ്സിലായി. എനിക്ക് ആ പെൺകുട്ടിയെ പറ്റി അല്ലെന്ന് പോലീസ് പറയേണ്ടത് എന്താ? ഈ സഹോദരിയോട് ചെയ്ത നീചമായ പ്രവർത്തനം നീചമാണ്, മാനസികമായി ശാരീരികമായ പെൺകുട്ടിയെ തകർത്തു എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിൽ ഞാൻ അഭിമാനത്തോടുകൂടി അതിനെ പോലീസിനെ ബഹുമാനിക്കാം. പോലീസ് പറയേണ്ട കറക്റ്റായിട്ട് പറയണം. ഇത് പോലീസിന് വേണ്ടി വക്കീൽ കോടതി പറയുന്നത് എന്താ? അവിടെ നിർഭയേക്കാൾ ഭീകരം. ശ്രീ പി സി ജോർജ്, ഈ കാര്യത്തിൽ കോടതിയുടെ ഡിസ്ക്രിഷൻ പ്രയോഗിക്കട്ടെ, അതുവരെ കാത്തിരിക്കാമെന്ന് പറയുന്ന അങ്ങേക്ക് മറുഭാഗത്ത് പോലീസ് പറയുന്നതിന്റെ പൂർണ്ണരൂപം അവസാനത്തെ കുറ്റപത്രത്തിൽ അറിയാനുള്ള ക്ഷമയും കാണിക്കാം. അവിടെ മാത്രം ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടോ പി സി ജോർജ്? ഞാൻ ചാഞ്ഞു നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എന്റെ മുകേഷിന്റെ ഡ്രൈവറാണ് മേനകയെ പിടിച്ചോണ്ട് പോയപ്പോൾ ഒരുത്തൻ. ഇപ്പോ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച സുനി എന്ന് പറയുന്നവനും വീണ്ടും മുകേഷിന്റെ ഡ്രൈവറാ. എന്തുകൊണ്ട് മുകേഷ് MLA പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് എനിക്ക് സംശയം. ശ്രീ പി സി ജോർജ്, അതൊരു രാഷ്ട്രീയപരമായ ഒരു പ്രതികരണം മാത്രമായിട്ട് കണക്കാക്കാൻ സാധിക്കും. വേണ്ട, എനിക്കൊരു രാഷ്ട്രീയമില്ല. ഈ കാര്യത്തിൽ ദിലീപ് ഏത് രീതിയിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിന് ഒരു നീതീകരണവും ഇല്ലെങ്കിൽ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം ഒക്കെ ഇവിടെയുണ്ട്, അവരെല്ലാം റോഡിൽ ഇറങ്ങാവുന്നതായിരുന്നു. അപ്പോൾ അതല്ല, നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, നീ അങ്ങനെ പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു MLA അറസ്റ്റ് ചെയ്ത് കിടപ്പുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും പറയുക, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നല്ലോ നമ്മുടെ ജോസ് തെറ്റയിലിന്റെ പേരിൽ ഉണ്ടായത്. ആ തെറ്റയിൽ ഹൈക്കോടതി പോയി അതിനകത്ത് വിധി വരുന്നവരെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ്. ശരി, ഞാൻ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്, കാരണം സമയം വല്ലാതെ പോകുന്നു. ശ്രീ പി സി ജോർജ് പറഞ്ഞതുപോലെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ MLA ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ പോലീസുകാരെ തടഞ്ഞത്, റോഡിൽ ഇരുന്നത്, അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്ക് നിൽക്കുന്നത്? അതുപോലെ ദിലീപിന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ എന്ന ചോദ്യം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഈ കോടതിയുടെ ഡിസ്ക്രിഷനിലേക്ക് ഒന്നും ഞാൻ കടന്നു കയറുന്നില്ല, അത്തരത്തിലുള്ള ഒരു അതിക്രമം ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഈ സാഹചര്യം മാറിയിട്ടില്ല എന്ന് വാദിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സാഹചര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമുള്ളതായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ദിലീപിന്റെ പേരിൽ പിന്നീട് അന്വേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ, ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ കോടതിക്ക് പറയാവുന്ന രീതിയിൽ ആദ്യത്തെ കല്യാണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ, ഈ ശക്തനാണ്, അതുകൊണ്ട് ദിലീപ് പുറത്തിറങ്ങിയാൽ ഈ നടിക്ക് പ്രശ്നങ്ങളുണ്ടാകും, കൂടുതൽ തെളിവുണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ സാധിക്കും, സാക്ഷികളെ സ്വാധീനിക്കും എന്ന വാദം, ഇതൊക്കെ അവിടെ ഉള്ളത് അത് ഡിസ്ക്രിഷണറി പവറുള്ള കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് താങ്കൾ ഇപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുമോ?
മൂന്നാമത്തെ പ്രാവശ്യം എന്നോട് ലാൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യത്തിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. കോടതിക്ക് അറിയാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ആദ്യത്തെ 2 സാഹചര്യങ്ങൾ മാറി. മൂന്നാമത്തെ സാഹചര്യം എന്ന് താങ്കൾ പറയണം. ഞാനിത് സത്യത്തിൽ ഒത്തിരി ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടാണ് കേട്ടോ ഈ ഇത്രയും ഇതായിട്ട് പറയുന്നത്. ഈ വേറെ ടെംപ്റ്റേഷൻ ഉണ്ടായിട്ട് കൂടി ഞാനത് കൺട്രോൾ ചെയ്തിട്ടാണ് ലാൽ ചോദിച്ചത് കൊണ്ട് മാത്രം പറയാണ്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ ആണെന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടൻഷൻ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. അത് കോടതി അത് എന്താ പറയുക, അത് ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഒരു ആക്ടറാണ്, അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ സ്ഥാപനങ്ങളുണ്ട്, തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻഷ്യൽ എന്നുള്ള രീതിയിൽ പ്രോസിക്യൂഷൻ പറയുകയാണെങ്കിൽ അതിന് കണ്ടീഷൻസ് കൊടുത്താൽ പോരെ. ഇനിയിപ്പോൾ ഞാൻ അതിനൊരു ഉത്തരം ആദ്യം തന്നെ തന്നല്ലോ. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എത്രയോ പേര് നമ്മുടെ പാർട്ടിയിൽ തന്നെയുണ്ട്. പി ജയരാജനടക്കമുള്ള സഖാവ് ജയരാജനടക്കമുള്ള എത്രയോ പേരുണ്ട്. കാരായിമാരുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഭയങ്കര ഇൻഫ്ലുവൻസിലാണ്. ജനങ്ങൾ അവരെ ആരാധകരായിട്ട് CPM പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കണ്ടീഷൻസ് വെച്ചില്ലേ? അതെ, ഞാൻ പറയണത് ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം. അതേ കൊണ്ട് തന്നെ ഞാൻ പറയണം, ആ കണ്ടീഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ലാലിനെക്കാട്ടിലും നന്നായിട്ട് ഹൈക്കോടതിക്ക് അറിയാം. ഹൈക്കോടതി വേണ്ട രീതിയിൽ ചെയ്തോളും. ഇനിയിപ്പോൾ ആ കണ്ടീഷൻസ് മാറ്റാൻ പറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ ബെയിൽ റിജക്ട് ചെയ്യട്ടെ. നമ്മളെന്തിനാ ഇത്രയും പരിശ്രമിക്കുന്നത് ഒരാളുടെ ബെയിൽ റിജക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ വാദിച്ചുകൊണ്ട് എന്നുള്ളത് മാത്രമേ എന്റെ പ്രശ്നമുള്ളൂ. അങ്കമാലിയിലെ കോടതി എന്ന് ചോദിക്കുന്നില്ല. മറ്റ് കോടതികളും ഇനി ഹൈക്കോടതിയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ മറ്റേ ഏതോ ഒരു മീഡിയയിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഫോൾസ് കേസുകളിൽ അല്ലെങ്കിൽ അതുപോലത്തെ കേസുകളിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള അറസ്റ്റ് എല്ലാം നടക്കുമ്പോൾ നമ്മൾ സ്വയം ഇനി നിന്ന് റിട്രോസ്പെക്ട് ചെയ്യണത് എന്ത് കാര്യത്തിനാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ? ഈ റിട്രോസ്പെക്ഷൻ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പോ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് അത് ഫാൾസ് കേസാണെന്ന് അങ്ങ് പറയേണ്ടതില്ല. ഞാനും അത് അങ്ങനെ പറയുന്നില്ല. അതിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം. ഈ ദിലീപിന്റെ കേസിലും എന്തുകൊണ്ടാണ് ഇതെല്ലാം ഫാൾസ് കേസുകളാണ് എന്ന തരത്തിലേക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്? ലാൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം ഇരുന്ന് എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിഞ്ഞു നിന്ന് ഒന്ന് ആലോചിക്കണത് നല്ലതായിരിക്കും. ഇടയ്ക്കൊരു ഫുൾ സ്റ്റോപ്പോ ഒരു സെമി കോളനോ എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇട്ടിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതിപ്പോൾ എല്ലാ ദിവസവും ഈ ഫോൾസ് ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇരുന്ന് സംസാരിച്ച് അതിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു തേങ്ങ പൊതിച്ചിട്ട് അവസാനം നമുക്ക് മറ്റേ ഇതുപോലും കിട്ടാനില്ല. എന്നിട്ട് പോലും അതിനെ ഇരുന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ കോടതി തീരുമാനിക്കുന്നത് ഇങ്ങനെ തീരുമാനിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത്. അത് ഒപ്പീനിയൻ വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പോണതിന് മുമ്പേ നമ്മൾ ഇത് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ലാൽ. അതാണ് ലാലിനെ പോലത്തെ ഒരു വളരെ അധികം ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരാൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നുള്ളൂ. ഇല്ല, ഇത് ഇപ്പൊ എനിക്ക് മാറി നിൽക്കാനും പറ്റില്ല. ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് ഈ കേസിൽ പ്രത്യേകിച്ചൊന്നും കാഴ്ചപ്പാടിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ശ്രീ PC ജോർജ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീ PC ജോർജ്, ഒരു ചോദ്യം ശ്രീ ജോർജ് ജോസഫ് ചോദിക്കാത്ത ചോദ്യം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ആ രീതിയിൽ അദ്ദേഹം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അദ്ദേഹം അറിഞ്ഞിട്ട് ചോദിക്കേണ്ടതായിരുന്നു ഞാൻ നേരത്തെ അവസരം കൊടുത്തപ്പോൾ. പക്ഷേ അങ്ങേക്ക് ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയെ കുറിച്ച് അറിയാമെന്ന തരത്തിൽ ഒരു വാർത്തയുണ്ടല്ലോ. ആ കാര്യത്തിൽ ഒരു നോട്ടീസ് അങ്ങേക്ക് അയക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കേൾക്കലുകളാണ്. എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഈ കാര്യത്തിൽ? ഒരു സത്യാവസ്ഥയില്ല. എനിക്ക് ഈ ദിലീപ് വിഷയിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിന് എവിഡൻസ് കൊടുക്കാൻ പറഞ്ഞ എൻ്റെ ഇല്ല. ഞാനൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കാണുന്ന ഗൂഢാലോചനയുണ്ട്. അത് യാതൊരു സംശയമില്ല, ഗൂഢാലോചന ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. അതാരെന്നെ വിളിച്ചാലും ഞാൻ ആരോടും തുറന്നു പറയും, പബ്ലിക്കായിട്ടും പറയും. എനിക്ക് നിങ്ങളോട് 2 കാര്യം എൻ്റെ സുഹൃത്തെ പറയാനുണ്ട്. ഒന്ന്, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ തെറ്റിദ്ധരിക്ക് 2 കാര്യങ്ങളിലാണ് ഞാൻ ഈ പൊതുക്കാരിൽ ഇടപെട്ടത്. ഒന്ന്, ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയുടെ ആ ചീഫ് ന്യൂസ് എഡിറ്റർ അറസ്റ്റിലാണ്, ജയിലിലായി. അദ്ദേഹം എന്താ ചെയ്ത്? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ അനുവാദത്തോടുകൂടി ബന്ധങ്ങൾ നടന്നു. കുഞ്ഞുങ്ങൾ കേൾക്കുന്ന അതുകൊണ്ട് അങ്ങനെ പറയാം, ബന്ധം നടന്നു. കല്യാണം കഴിക്കുകയാണെന്ന് പറയുമ്പോൾ ബലാത്സംഗമാകും. അത് ഒരു ചീറ്റിങ്ങിന് കേസെടുത്ത് അയാളെ പിടിച്ചകത്തിടണം. എനിക്കൊരു എതിരുമില്ല. ബലാത്സംഗമാകുന്നത് എങ്ങനെയാണ്? അത് തെറ്റായി പോയില്ലേ? ഒന്ന്. രണ്ടാമതൊരു കാര്യം എനിക്ക് കേരളത്തിൽ ഞങ്ങളോട് പറയാനുള്ളത്, ഈ സിനിമാ ലോകത്ത് ഇതുപോലെ കോടാനുകോടി രൂപ മേടിച്ചിട്ട് ഒരു പാവപ്പെട്ടവൻ വേർപ്പ് ഒളിച്ച് കൂലി എടുപ്പണി എടുത്ത് മടുത്ത് ചെല്ലുമ്പോൾ ഒരു സിനിമ കണ്ടേക്കാൻ സന്തോഷത്തിന് വെച്ചാൽ
150-250 രൂപ. ഇത് എന്നെ കാണിക്കുന്നതാ. ഓരോ 5-6 കോടി രൂപയല്ലേ ഈ സിനിമാടന്മാരും നടിമാരും ഫീസായിട്ട് മേടിക്കുന്നത്. ഇത് കുറയ്ക്കണം. ഇത് കള്ളപ്പണം എല്ലാം. ജോർജ്, അതൊക്കെ താങ്കൾക്ക് ഈ രണ്ട് കാര്യങ്ങൾക്കും താങ്കൾക്ക് ലക്ഷ്യങ്ങളുണ്ട് ഇത് പറയുമ്പോൾ. അതിൽ ആദ്യത്തെ കാര്യത്തിൽ മാത്രമാണ് ഞാനൊന്ന് ഇടപെടുന്നത്. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ പരാതി വരുന്നതിൽ സ്ത്രീ കൂടി സ്വയം തിരിഞ്ഞു നോക്കണം. അവളും പങ്കാളിയാണെങ്കിൽ ഈ കേസ് ഒരു ചീറ്റിംഗ് ആയി മാത്രം കണക്കിലെടുത്ത് അതിനെ കൈകാര്യം ചെയ്യണമെന്ന് താങ്കൾ പറയുന്നത്. താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. ഈ കാര്യത്തിൽ ഒരു നിയമത്തിൽ മാറ്റം ഉണ്ടാക്കാൻ താങ്കൾ ശ്രമിക്കേണ്ടതാണ്. അത് പറയാതിരിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് പോകുമെന്ന് കരുതിക്കൊണ്ടുള്ള കപടമുഖം അങ്ങും കാണിക്കുന്നത്. അല്ലാതെ പരസ്യമായിട്ട് പറയാൻ ഒരുത്തം ധൈര്യം കാണിച്ചില്ലല്ലോ. പകല് രാത്രി ഈ പരസ്പര സഹകരണത്തോട് പ്രായപൂർത്തിയായ ഒരു പെണ്ണും പുരുഷനും ബന്ധപ്പെട്ടിട്ട് നേരം വിളിക്കുമ്പോൾ അത് ബലാത്സംഗം ആവുന്നത് എങ്ങനെയാ? അത് പോലീസ് എന്തിനാ അങ്ങനെ കേസെടുക്കുന്നത്? തെറ്റായി പോയി എന്ന എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ജനപ്രതിനിധിയായ അങ്ങ് തെറ്റായിട്ടാണ് കേസെടുത്തതെങ്കിൽ അത് തിരുത്തി മാറ്റാൻ അങ്ങ് ശ്രമിച്ചില്ല? അത് നിയമമാണ്. ആ നിയമം അങ്ങ് കൂടി ചേർന്നുണ്ടാക്കി ഇത്രയും ദിവസം കൈയടിച്ചതാണ്. അതാണ് ഞാൻ ഈ ചാനലിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു കടി എന്റെ നേരെ. ആരും കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉറച്ച സ്റ്റാൻഡിലാണ്. ശരി, അപ്പോ ആ ഗൂഢാലോചന എന്നുള്ളത് താങ്കൾക്കൊരു സ്വപ്നത്തിൽ തോന്നിയത് മാത്രമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്? അല്ല, ആ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ കൈരളിയിലൂടെ ആ പേര് പറയുന്നത് മര്യാദയല്ലാത്തതുകൊണ്ട് പറയുന്നു. ഏത് ചാനലിലൂടെയാണ് അങ്ങ് അത് പറയുക? അത് കാത്തിരിക്കാം. പറഞ്ഞല്ലോ, നമ്മുടെ എല്ലാ ചാനലിലും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കൈരളിയിലൂടെ അത് പറയുന്നില്ല? പറയാം. അതായത് ഇത് തലശ്ശേരി കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ഗൂഢാലോചന. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവും ആ നേതാവിന്റെ അയൽവാസിയായിട്ടുള്ള തലശ്ശേരിക്കാരനായ വലിയ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഷന്റെ ഒരു നേതാവും പിന്നെ ഒരു IG വനിതാ IGയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസിൽ ഇയാൾ പിടിക്കപ്പെട്ടതെന്നാണ് എന്റെ വിശ്വാസം. ശരി, അത് വിശ്വാസമാണ്. കടങ്കഥയാണെന്ന് ഇപ്പോൾ പറഞ്ഞത്. ഈ കടങ്കഥ പൂരിപ്പിച്ച ആളുകൾക്ക് ഏത് പേരിലേക്കും എത്താം. ഗൂഢാലോചനയെ സംബന്ധിച്ച് അങ്ങേക്ക് അറിവുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവുകൾ ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കണം. അതിന്റെ നോട്ടീസ് വരുമ്പോൾ പറയാൻ തെളിവുണ്ടെങ്കിൽ അങ്ങേക്ക് എല്ലായിടത്തും കൃത്യമായി ഹാജരാക്കാമായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് ആളുകൾ വിധി എഴുതും. ശ്രീ PC ജോർജ്, ആളുകൾ വിധി എഴുതുന്നതൊക്കെ എനിക്കറിയാം. ആളുകളൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ ജോർജ് ജോസഫിനോടും ഇതേ ചോദ്യമാണ്. ആദ്യം അഡ്വക്കേറ്റ് രാജകുമാർ, തൊലിച്ചു ചെല്ലുമ്പോൾ തേങ്ങയില്ല എന്ന് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞ ഒരു കേസാണിത് എന്ന തലത്തിലേക്കാണ് ഇത് എത്താൻ പോകുന്നതെന്ന് അങ്ങ് കാണുന്നുണ്ടോ ഇപ്പോൾ? അതല്ല, ഞാനും രഞ്ജിത്ത് മാരാരുമായിട്ട് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വരില്ല. കാര്യം ഈ ഘട്ടത്തിൽ തെളിവ് എന്താണെന്നും തെളിവ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നും ട്രയൽ സമയത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. ഈ സമയത്ത് പ്രതിക്കെതിരെ കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടുള്ളതായി സംശയമുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണ്. അല്ലാതെ ആ തെളിവുകൾ സംശയലേശമന്യേ വിശ്വസിക്കപ്പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത് ഈ ഘട്ടത്തിലല്ല ഒരു കോടതിയും അനലൈസ് ചെയ്യുന്നത്, അത് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാധാരണയായി കോടതി പ്രധാനമായും അത് നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത് പ്രോസിക്യൂഷൻ, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതുവരെ ശേഖരിച്ച തെളിവുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഭാഗമായാണ് ഈ കോടതികൾ CD വരുത്തി പരിശോധിക്കുന്നത്. അതെല്ലാം അതിൻ്റെ അകത്ത് കാണും. ഈ സമയത്ത് അവയൊന്നും പൊതുസമൂഹത്തിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ, അതായത് വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അത് പ്രോസിക്യൂഷൻ ഭാഗത്തിന് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് തന്നെയാണ്. അത് രഞ്ജിത്ത് മാരാർ പറഞ്ഞത് ശരിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ വരുന്ന മറ്റൊരു ബർഡൻ എന്ന് പറയുന്നത് എന്താണ് ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 100% അതിൻ്റെ അധികാരം നമ്മളിൽ ആർക്കുമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തന്നെയാണ്. ശരി, ശ്രീ ജോർജ് ജോസഫ്, 1 മിനിറ്റാണ് അങ്ങേക്കുള്ളത്. 1 മിനിറ്റ് ശ്രീ സജി നന്ദിയാട്ടനും കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ ഈ ബേർഡൻ ഡിസ്ക്രിഷണറി പവറുള്ള ജഡ്ജിയുടെ ഡിസ്ക്രിഷനാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോൾ ആ ഡിസ്ക്രിഷൻ പൊതുജനങ്ങൾ കൂടി നോക്കുന്നതാണെന്ന് കരുതുന്ന ജഡ്ജിക്ക് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അവതരിപ്പിക്കുന്ന വെറും മൊഴികൾ എന്ന തരത്തിലേക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുമോ, അതോ ശക്തമായ തെളിവുകൾ എന്ന തരത്തിലേക്ക് അത് കൂട്ടാൻ സാധിക്കുന്നതാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
അല്ല, ഞാൻ അഡ്വക്കേറ്റ് അജകുമാറും അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരും അവരുടെ വാദമുഖങ്ങളൊക്കെയാണ് പറഞ്ഞത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ഒരു കേസിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ഞങ്ങളുടെ രീതിയിൽ പോലീസിൻ്റെ ഭാഷയിൽ നിയമത്തിന് വിധേയമായി ഒരു ചാർജ് ഷീറ്റ് കോടതി കൊടുക്കുന്നത്. അതിനകത്ത് കാതലായ എന്തെങ്കിലും ഉണ്ടോ, നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വിരുദ്ധം, അതൊക്കെ കോടതി നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ല. അഡ്വക്കേറ്റുമാർ അവരുടെ വാദിയുടെയും പ്രതിയുടെയും ആൾക്കാർ അത് വാദിച്ചോളും. പക്ഷേ പോലീസ് എപ്പോഴും ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന ചില നിമിഷങ്ങളുണ്ട്, അത് ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നില്ല. അതിനനുസരിച്ചുള്ള എവിഡൻസ് ശേഖരിച്ച് ഞങ്ങൾ അങ്ങ് കോടതി കൊടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ ഈ കേസിനകത്ത് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അത് വിശ്വാസങ്ങളാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളിടത്താണ് പ്രശ്നം. അത് നമുക്ക് അടുത്ത ചർച്ചകളൊക്കെ നോക്കാം. ശ്രീ സജി നന്ദിയാട്ടെ, ഏറ്റവും ഒടുവിൽ 1 മിനിറ്റിൽ താഴെ താങ്കൾ എടുത്ത് ഉത്തരം പറയുകയാണെങ്കിൽ ദിലീപിന് അഥവാ ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷൻ പോസിറ്റീവായി വന്ന് ജാമ്യം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി, അദ്ദേഹം ഇറങ്ങുന്നു എന്ന് കരുതുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ എത്തുന്നു എന്ന് കരുതുക, സിനിമാക്കാർ നിങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പഴയ പ്രതിച്ഛായയിലുള്ള ആ ദിലീപ് തന്നെയാണോ ഇതാ വരാൻ പോകുന്നത്? അല്ല, കുറ്റവിമുക്തനാണെങ്കിൽ തീർച്ചയായും 10 മടങ്ങ് ശക്തിയോടെ ദിലീപ് തിരിച്ചു വരും. പിന്നെ എന്നെക്കുറിച്ച് ഡോക്ടർ ലാൽ ഒരു പരാമർശം നടത്തിയതിന് എനിക്ക് ഖേദമുണ്ട്. വളഞ്ഞ വഴിയിലൂടെ പോയി ഞാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത സ്റ്റാൻഡിൽ എനിക്ക് മാറ്റമില്ല. എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു ഐഡിയൽ സിറ്റിസൺ എന്ന നിലയിൽ നമ്മുടെ പോലീസ് പറഞ്ഞെടുത്ത് ഞാൻ നിർത്തി. അത് ഗവൺമെന്റിനെ വിമർശിക്കാൻ ഞാൻ ഉണ്ടാവില്ല, പോലീസിനെ വിമർശിക്കാൻ ഞാൻ ഉണ്ടാവില്ല. കാരണം അന്വേഷണ സമയമാണ്. ഒരു ഐഡിയൽ സിറ്റിസൺ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച ഒരാളാണ് ഞാൻ വളഞ്ഞ വഴി നിൽപ്പില്ല. ഇപ്പോഴും എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ സ്വകാര്യതയാണ്, അത് കാത്തു സംരക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഇതോടൊപ്പം ഒരൊറ്റ കാര്യം കൂടെ, ചാലക്കുടി നഗരസഭ കാണിച്ചത്, മലയാള സിനിമയോട് കാണിച്ചത് വളരെ അങ്ങേയറ്റം പ്രതിഷേധകമായ കാര്യമാണ്. ഡി സിനിമ അടച്ചുപൂട്ടുവാൻ അവർ കണ്ടെത്തിയ കാരണങ്ങൾ അകാരണമാണ്, അനവസരത്തിലുള്ളതാണ്. ഒരു നോട്ടീസ് കൊടുത്തതിന് ശേഷം അവരുടെ നോംസ് എന്താണ് ലംഘിക്കപ്പെട്ടത് എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു എന്റെ മര്യാദ. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഉൾവിളി തോന്നി എന്ന് പറഞ്ഞതുപോലെ ആ ചാലക്കുടിയിലെ ആ തിയേറ്റർ അടച്ചുപൂട്ടിയത് ഈ അവസരത്തിൽ വളരെ മോശമായി പോയി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആ തൊഴിലാളികൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് മലയാള സിനിമയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുകയാണ്. വളഞ്ഞ വഴിയിലൂടെ എന്ന് പറഞ്ഞത് താങ്കൾ നേരിട്ട് ചില ഉത്തരങ്ങൾ പറയാതിരുന്നത് കൊണ്ട് മാത്രമാണ്. താങ്കളെ അത് വിഷമിപ്പിച്ചെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, അഡ്വക്കേറ്റ് അജകുമാർ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സജി നന്ദിയാട്ട്, ഒപ്പം ശ്രീ PC ജോർജ്.